ഇടതുപക്ഷത്തിനുണ്ടായ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണം ഭരണവിരുദ്ധ വികാരത്തിന് പുറമെ കർഷകരുടെ പ്രതിഷേധം കൂടിയാണെന്നാണ് വിലയിരുത്തൽ. വനം വകുപ്പിനോടും റവന്യൂ വകുപ്പിനോടും കർഷകർക്കുള്ള അതൃപ്തി തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചു എന്ന് വേണം കണക്കാക്കാൻ. ഭൂപ്രശ്നങ്ങളിൽ CPIM പ്രതിക്കൂട്ടിൽ നിർത്തിയ കർഷക സംഘടനകൾ CPI മത്സരിച്ച എല്ലായിടത്തും കർഷക ഉച്ചകോടി നടത്തിയതും വിവാദമായിരുന്നു. ഇടതുപക്ഷത്തിന് സംസ്ഥാനത്താകെയുണ്ടായ കനത്ത തിരിച്ചടി കർഷകരുടെ കൂടി പ്രതികരണമെന്നാണ് സ്വതന്ത്ര കർഷക സംഘടനാ പ്രതിനിധികളുടെ പ്രതികരണം. ഇടതു സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരത്തിനൊപ്പം കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട വനം റവന്യൂ വകുപ്പുകൾക്കെതിരെയുള്ള കർഷകരുടെ പ്രതികരണം കൂടിയെന്നും സ്വതന്ത്ര കർഷക സംഘടനാ പ്രതിനിധിയായ റസാഖ് ചൂരവേലി. കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട വനം റവന്യൂ വകുപ്പുകൾക്കെതിരെയുള്ള ശക്തമായ പ്രതികരണം ഉണ്ടായി എന്നാണ് ഇപ്പൊ പല മേഖലകളും പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. വയനാട് അടക്കം ഞങ്ങൾ നടത്തിയ 4 ഉച്ചകോടികൾ, കുട്ടനാട്, തിരുവനന്തപുരവും തൃശൂരും നടത്തിയ ഉച്ചകോടികളും പ്രചരണ പ്രവർത്തനങ്ങളും പ്രതിഫലിച്ചു ഈ ഇലക്ഷനിൽ. തെരഞ്ഞെടുപ്പിൽ റവന്യൂ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന CPIക്കെതിരെ രൂക്ഷ വിമർശനമാണ് കർഷക സംഘടനകൾ ഉന്നയിച്ചത്. CPI സ്ഥാനാർത്ഥികൾ മത്സരിച്ച മണ്ഡലങ്ങളിൽ കർഷക ഉച്ചകോടികൾ സംഘടിപ്പിച്ച് CPIയെ ബഹിഷ്കരിക്കുവാനടക്കം ഇവർ ആവശ്യപ്പെട്ടിരുന്നു. ഇത് വിവാദ ചർച്ചയാവുകയും ചെയ്തു. വനം റവന്യൂ വകുപ്പുകളുമായി ബന്ധപ്പെട്ട തിരുത്തലുകൾക്ക് സംസ്ഥാന സർക്കാർ തയ്യാറായില്ലെങ്കിൽ കനത്ത തിരിച്ചടി വരുന്ന പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ നേരിടേണ്ടി വരുമെന്നും കർഷക സംഘടനകളുടെ മുന്നറിയിപ്പ്. കാർഷിക മേഖലയിൽ നിർമ്മാണ നിരോധനമടക്കം നടത്തിയ സാമൂഹിക ജീവിതം താറുമാറാക്കുന്ന ഇടതുപക്ഷ നിലപാടുകളാണ് ഈ തിരിച്ചടിക്ക് കാരണമെന്ന് തിരിച്ചറിയും. CPI എടുക്കുന്ന നിലപാടുകൾ മനുഷ്യത്വ വിരുദ്ധമാണ്, സാമൂഹിക വിരുദ്ധമാണ്. തിരുത്തലുകൾക്ക് തയ്യാറാകുന്നില്ലെങ്കിൽ കനത്ത തിരിച്ചടിക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 2019 ഇടതുപക്ഷത്തിന് ലഭിച്ച വോട്ടിനേക്കാൾ 70,000-ഓളം വോട്ടിന്റെ കുറവ് ഇത്തവണ ഉണ്ടായത് കാർഷിക മേഖലയിൽ നിർമ്മാണ നിരോധനമടക്കം കൊണ്ടുവന്നതിന്റെ പ്രതിഫലനമാണെന്നും CPI എടുക്കുന്ന നിലപാടുകൾ കർഷക വിരുദ്ധമാണ്. അത് തിരുത്താൻ LDF തയ്യാറാകണം. നിലപാടിൽ മാറ്റമില്ലാതെ തങ്ങൾ മുമ്പോട്ട് പോകും. സെപ്റ്റംബറിൽ സംസ്ഥാന തലത്തിൽ വലിയ കർഷക ഉച്ചകോടി സംഘടിപ്പിക്കുമെന്നും കർഷക സംഘടനാ പ്രതിനിധികൾ വ്യക്തമാക്കി. വീഡിയോ ജേർണലിസ്റ്റ് സന്തോഷ് ചേകവർക്കൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി.